ആദ്യത്തെ രണ്ടു വരിയേ പാടുള്ളൂ എന്ന് കെ മുരളീധരൻ. വന്ദേ മാതരം പാടാൻ പാടില്ല എന്ന് മുസ്ലിം ലീഗിന്റെ തിട്ടൂരത്തിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ ഭരണം നടത്തുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ സാർ. അതിൻ്റെ ഇടയിൽ ഒരു ബന്ധവുമില്ലാതെ കുറെ ഫേസ്ബുക്ക് പേജുകൾ. അതിൽ ഒരെണ്ണം ദ്രാവിഡ എന്തോ പറഞ്ഞിട്ടുള്ളൊരു പേജാ. പോസ്റ്റ് ഞാൻ കൊടുക്കാം. ഇപ്പോൾ ഇവരും പറയുന്നത് നമ്മളും ദുർഗയെയും ലക്ഷ്മിയെയും സരസ്വതിയെയും പുകഴ്ത്തിക്കൊണ്ടുള്ള വന്ദേ മാതരത്തിന്റെ ആ വരികൾ പാടാൻ പാടില്ല എന്നാണ്. പേര് ദ്രാവിഡമാണെങ്കിലും ആരാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നതെന്നും ഒരു പിടുത്തമില്ല. ആരാണ് ഇതിലിരിക്കുന്നതെന്നും. എന്തുകൊണ്ടും ആയിക്കൊണ്ട് പോട്ടെ, എന്തായാലും ദളിതരോടും പിന്നോക്ക ഹിന്ദുക്കളോടും അരികുവൽക്കരിക്കപ്പെട്ടവരോടും അടിച്ചമർത്തപ്പെട്ടവരോടും ഒക്കെ അസാമാന്യ സ്നേഹം ഉള്ള ആൾക്കാർ ഈ നാട്ടിലുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. ഞാൻ അറിയാമേലായിട്ട് ചോദിക്കുക, മുസ്ലിം ലീഗിനോടും കോൺഗ്രസിനോടും വന്ദേ മാതരം എന്ന പാട്ട് കേട്ടാലോ പാടിയാലോ ഹൃദയം തകർന്നു പോവുകയും വിശ്വാസങ്ങൾ മരിച്ചു പോവുകയും മതവികാരം വ്രണപ്പെട്ട് പൊട്ടിയൊലിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം പുരോഗമന വാഴകളോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളാണോ ഈ നാട്ടിൽ ജനാധിപത്യം വേണമെന്ന് പറയുന്നത്? നിങ്ങളാണോ മനുഷ്യത്വത്തിന് വേണ്ടി വാദിക്കുന്നത്? നിങ്ങളാണോ ഗസയിലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്നത്? നിങ്ങളാണോ അങ്ങോളം ഇങ്ങോളം മനുഷ്യനെ പറ്റിയും മനുഷ്യത്വത്തെ പറ്റിയും പരസ്പര സ്നേഹത്തെ പറ്റിയും സഹവർത്തിത്വത്തെ പറ്റിയും മതേതരത്വത്തെ പറ്റിയും മതസൗഹാർദ്ദത്തെ പറ്റിയും ഒക്കെ സംസാരിക്കുന്നത്? ഭാരതത്തെ അതിൻ്റെ അഖണ്ഡതയിൽ ഊട്ടി ഉറപ്പിച്ചു നിർത്താൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുന്ന കാലത്ത് രാജ്യത്തിലെ ഓരോ ജനങ്ങളെയും ഉദ്ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പോരാട്ട വീര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ ദേശസ്നേഹം തിളച്ചു പൊങ്ങുവാൻ എഴുതിക്കൂട്ടിയ ഒരുപാട് സാഹിത്യങ്ങൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. അതിൽ ഒന്നാണ് വന്ദേ മാതരം. ആ വന്ദേ മാതരം എന്ന ഗീതത്തിന്റെ അകക്കാമ്പ്, അതുണ്ടാക്കുന്ന ഒരു ഉൾക്കിടിലം, ഒരു ദേശീയ ബോധം, ജനങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കുന്ന ഒരു സ്വാതന്ത്ര്യം എന്നുള്ള ദാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വികാരം, ഇതെല്ലാം മറ്റു ഗാനങ്ങളെക്കാൾ എത്രയോ ഇരട്ടിയിലധികം ഈ ഒരു ഗാനത്തിന് അല്ലെങ്കിൽ ഈ കലാസൃഷ്ടിക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതും അക്കാലത്ത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ഏറ്റവും കൂടുതൽ കരുത്തു പകർന്ന ഈ ഗാനം എന്നെന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ദേശീയ ഗാനത്തോളം ഉയർത്തുമ്പോൾ ഇവിടെ പലരുടെയും മതവികാരം വ്രണപ്പെടുകയാണ്. പലർക്കും മറ്റു ദൈവങ്ങളെ അംഗീകരിക്കാൻ കഴിയുന്നില്ല, മറ്റു മതചിന്തകളെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. ദുർഗയെ അംഗീകരിക്കാൻ പറ്റുന്നില്ല, സരസ്വതിയെ അംഗീകരിക്കാൻ പറ്റുന്നില്ല, ലക്ഷ്മിയെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. മുസ്ലിം ലീഗിനോടാണ് ഞാൻ ചോദിക്കുന്നത്, ഞങ്ങളുടെ ദൈവങ്ങളെ, വിഗ്രഹാരാധനയെ, ഞങ്ങളുടെ ബഹുദൈവ വിശ്വാസത്തെ ഒന്നും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇതിന് മറുപടിയായി ചിലപ്പോൾ പറയുന്നത് അതൊരു ദേശീയ ഗീതമായി പാടാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല, അല്ലാതെ ഞങ്ങൾക്കെല്ലാം വലിയ കൊണയാണെന്നായിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നത്. അത് എടുക്കുന്നില്ല. ഇവിടെ ആ ഡയലോഗ് നമ്മൾ എടുക്കുന്നില്ല. ഭാരതം എന്ന ഈ രാജ്യം ഈ 1400 വർഷം മുമ്പ് ഇസ്ലാം മതം ഉണ്ടാകുമെന്ന് ഇവിടെ ആർക്കും അറിഞ്ഞുകൂടാ. 2000 വർഷം മുമ്പ് ക്രിസ്തു മതം ഉണ്ടാകുമെന്ന് ഇവിടെ ആർക്കും അറിഞ്ഞുകൂടാ. 2600 വർഷം മുമ്പ് ബുദ്ധമതം ഉണ്ടാകുമെന്ന് ഇവിടെ ആർക്കും അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ, മതങ്ങൾ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ പ്രകൃതിയെയും വിഗ്രഹങ്ങളെയും ബഹുദൈവങ്ങളെയും ആരാധിച്ച് ജീവിച്ചിരുന്ന ഒരു പാരമ്പര്യമാണ് ഈ രാജ്യത്തിനുള്ളത്. ഇതാണ് ലോകത്തിന്റെ മൊത്തത്തിലുള്ള പാരമ്പര്യം. ക്രിസ്തുമതത്തിന്റെ വരവോടുകൂടി എല്ലാ മതങ്ങളെയും കൊന്നൊടുക്കി എല്ലാ ജനങ്ങളെയും കൊന്നും കൊല വിളിച്ചും വാളിന്റെ ബലത്തിലും തരികിടകളും ഒക്കെ കാണിച്ച് ഈ ലോകം മുഴുവൻ അവർ മതപരിവർത്തനം ചെയ്തെടുത്തു. അവർക്ക് വേണ്ടുന്ന, അവർ കാലുകുത്തിയ എല്ലാ രാജ്യങ്ങളും അവരുടെ തനതായിട്ടുള്ള എല്ലാ ഗോത്രങ്ങളെയും നശിപ്പിച്ച്, ദൈവങ്ങളെയും നശിപ്പിച്ച്, ആരാധനകളെയും നശിപ്പിച്ച്, അവരുടെ ചരിത്രവും നശിപ്പിച്ച്, അവർക്ക് അവരുടെ ഓർമ്മകൾ പോലും ഏകദേശം ആ 2000 വർഷങ്ങൾക്കുള്ളിലേ ഉള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ചരിത്രമേ ഇല്ലാത്ത രീതിയിൽ അവർ ഈ അടുത്താണ് ഉണ്ടായെന്നുള്ള രീതിയിൽ അവർക്ക് പറയത്തക്ക പാരമ്പര്യമോ ക്രെഡിബിലിറ്റിയോ ഒന്നുമില്ലാതെ ജനങ്ങളെ ലോകത്തിന്റെ പല ഭാഗത്തും സൃഷ്ടിച്ചെടുത്തു. ഇസ്ലാം മതവും അതുപോലെ തന്നെ ആവിർഭവിച്ച കാലത്ത്, ആവിർഭവിച്ച സ്ഥലത്ത് തന്നെ 300ഓളം ദൈവങ്ങളുടെ ക്ഷേത്രങ്ങൾ തച്ചു തകർത്താണ് കഅബ സ്ഥാപിച്ചതെന്ന് ഞാനല്ല, മുസ്ലിം പണ്ഡിതർ തന്നെയാണ് പറയുന്നത്. ഇവർ മറ്റു മതങ്ങളോടുള്ള അസാമാന്യമായ വെറുപ്പ്, മറ്റു മതങ്ങളെ കണ്ടുകൂടാ, മനുഷ്യരെ കണ്ടുകൂടാ, തങ്ങളുടെ ദൈവത്തെ വിശ്വസിക്കാത്ത ഒന്നിനെയും കണ്ടുകൂടാ, കാണുന്നവനെയൊക്കെ ഒളിച്ചിരുന്ന് വെട്ടിക്കൊല്ലുക. ക്രിസ്തു മതം ഇതിൽ നിന്നും വേറെ ഒന്നും അല്ലായിരുന്നു. പഴയ നിയമത്തിലോ ഏതിലോ ഒക്കെ തന്നെ അവർക്കും അവരുടെ ദൈവങ്ങളല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കുന്നതോ അതിൽ വിശ്വസിക്കുന്നതോ മതമില്ലാതെ മനുഷ്യർ ജീവിക്കുന്നതോ കാണുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇത്രയും വെറുപ്പ് ഇവരുടെയൊക്കെ ഉള്ളിലുണ്ടെന്ന് ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
RSSകാർ പറയുന്നത് എത്ര ശരിയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവർ പറയുന്നത് ഇതാണ്, ഒരു കാലത്ത് ഇവർക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടാകുന്ന സമയത്ത് ഇല്ലേ, ഒരു വന്ദേ മാതരത്തിലെ 4 വരികളിൽ ഹിന്ദു ദൈവങ്ങളുമായിട്ട് ഭാരതത്തെ ഉപമിക്കുന്നത് സഹിക്കാൻ പോലും കഴിയാത്ത ഒരു കൂട്ടം ആൾക്കാർ. അവർക്ക് നമ്മളോട് സ്നേഹമാണ്, മതസൗഹാർദ്ദമാണ്, രാജ്യത്ത് മതേതരത്വം ഇല്ലാതെ ഇരിക്കപ്പുറതയില്ല, മതങ്ങൾ പരസ്പരം സ്നേഹിക്കണം. RSS അതിനെതിരാണെന്ന് അവർ പറയുന്നത്. RSSകാർക്ക് ഒരു തരത്തിലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ച് നിൽക്കുന്ന ഇഷ്ടമേ അല്ല. അവർ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കാനായിട്ടാണ് RSSകാർ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒരു സരസ്വതി, ഒരു ലക്ഷ്മി, ഒരു ദുർഗ എന്ന് എഴുതിയിട്ടുള്ള 3 വരികൾ, ആ വരികൾ ഭാരതവുമായിട്ട് അതിനെ താരതമ്യം ചെയ്യുന്നു. ഭാരതത്തിന്റെ യശസ്, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പഴയ കൾച്ചർ എല്ലാം അത് തന്നെയാണ്. ഇവിടെയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം വേറെ അല്ല. നിങ്ങളെല്ലാവരും ഈ രാജ്യത്തിന്റെ ബഹുദൈവ വിഗ്രഹാരാധന വിശ്വാസങ്ങളിൽ ഉണ്ടായിരുന്നതാ. പക്ഷെ നിങ്ങൾ എക്സ്ട്രാ ഒരു ദൈവത്തെ എടുത്തപ്പോൾ ആ ദൈവത്തിന് മറ്റു ദൈവങ്ങളെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ ചെറിയ ദൈവങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടിയത്. അല്ലാതെ നിങ്ങൾക്കാർക്കും ഞങ്ങളോട് വെറുപ്പുണ്ടെന്ന് ഞങ്ങളാരും കരുതുന്നില്ല. നിങ്ങളുടെ ദൈവങ്ങളുടെ സങ്കുചിതമായ മനസ്സ്, ഞാൻ മാത്രമേ ഉള്ളൂ, ഈഗോ, മെയിൽ ഈഗോ, നിങ്ങൾ കേട്ടില്ലേ? ഈഗോ, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനാണ് സംഭവം, ഞാനേ ഉള്ളൂ, ഞാനല്ലാതെ മറ്റൊന്നില്ലാന്ന് തോന്നുന്നൊരു ഈഗോ ഉണ്ടല്ലോ, അത് മാത്രമാണത്. നിങ്ങളിങ്ങനെ പറയാണ് ഇവിടെ മതേതരത്വം വേണം, RSS മതേതരത്വത്തിനെതിരാണ്, RSS ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കുന്നു. അതേ നിങ്ങൾ തന്നെ മനുഷ്യത്വം, മതേതരത്വം, മതസൗഹാർദ്ദം എന്നിവ സംസാരിക്കുന്നു. കേവലം ഹിന്ദുക്കളുടെ 3 ദൈവങ്ങൾ ആ കവിതയിൽ വന്നു എന്ന കാരണം കൊണ്ട് അത് ചൊല്ലാൻ പോലും മടിക്കുന്ന മുസ്ലിം ലീഗൊക്കെ എന്ത് മതേതരത്വമാണ് മുന്നോട്ട് വെക്കുന്നത്? നിങ്ങളെ അംഗീകരിക്കുന്നു കേരളം, നിങ്ങളെ അംഗീകരിക്കുന്നു, നിങ്ങൾക്ക് 10-22 സീറ്റ് തരുന്നു, നിങ്ങൾ വിചാരിക്കുന്ന പോലെ കേരളത്തിലെ ഭരണം നിയന്ത്രിക്കപ്പെടുന്നു, ലീഗ് ഭരിക്കും കേരള നാട്ടിൽ, ലീഗ് പറയുന്ന നിയമങ്ങളെന്ന് നിങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നു, നിങ്ങൾ പറയുന്നത് പോലെ പപ്പറ്റ് കണക്ക്, നിങ്ങൾ ചരടനക്കുന്നത് കണക്ക് ചലിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും സൃഷ്ടിക്കുന്നു. എന്നിട്ട് നിങ്ങൾ പറയുന്നു വന്ദേ മാതരം പാടാൻ കഴിയില്ല. കെ മുരളീധരൻ പറയുന്നു ആ വരി ഞങ്ങൾ പാടില്ല. രാജ്മോഹൻ ഉണ്ണിത്താനും പറയുന്നു ഞങ്ങൾ ആ വരി പാടില്ല. യെസ്, ഇതാണ് വേണ്ടത്. നമുക്കൊക്കെ ചിലപ്പോ തോന്നുമല്ലോ, എന്താ RSS ഇങ്ങനെയാണോ RSSകാർ സംസാരിക്കുന്നത്? RSS വർഗീയവാദികൾ. എന്താണ് മതേതരത്വം തുള്ളിത്തുളുമ്പുന്ന നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ? നിങ്ങൾ കോൺഗ്രസ്സുകാരോ മുസ്ലിങ്ങളോ കമ്മ്യൂണിസ്റ്റുകാരോ ഒന്നുമല്ല, നിങ്ങൾ ജനപ്രതിനിധികളാണ്. നിങ്ങൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ജനപ്രതിനിധികളാണ്. ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾ അംഗീകരിക്കുന്ന രാജ്യത്തിന്റെ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിലെത്തിയിട്ടുള്ള ജനപ്രതിനിധികളാണ്. ആ നിങ്ങൾക്ക് പോലും ആ 3 വരി പാടാനുള്ള ധൈര്യമില്ലാത്ത എല്ലാ എണ്ണവും ഈ നാട്ടിൽ ഇതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന എല്ലാ എംബോക്കികളും ഒരൊറ്റൊരെണ്ണം പോലും മതേതരത്വം എന്ന വാക്ക്, മതസൗഹാർദ്ദം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ചിരിക്കണം, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും നാനാത്വത്തിൽ ഏകത്വത്തോടുകൂടി മതസൗഹാർദ്ദപരമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറയുന്ന സകല എംബോക്കികൾക്കും ആ 4 വരി സഹിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ കാരണം? അവിടെ ഹിന്ദു ദൈവങ്ങൾ വന്നുപോയി. അത് അംഗീകരിക്കാൻ മനസ്സില്ലാത്ത, മനസ്സിൽ കുഷ്ഠം പിടിച്ച മതഭ്രാന്തന്മാർ ഭരിക്കുന്ന കേരളം, മതഭ്രാന്തന്മാരായിട്ടുള്ള, മതങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന, മതമെന്ന കാഷ്ടം തലയിൽ കൊണ്ട് നടക്കുന്ന കേരളത്തിലെ 137 MLA-മാർ, മതഭ്രാന്തന്മാരായിട്ടുള്ള 137 MLA-മാർ, മതത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന 137 MLA-മാർ, ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതിയിരിക്കുന്നതിനെ ഒന്നിനെയും അംഗീകരിക്കാതെ, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തതുപോലെ ഇന്ത്യൻ പാർലമെന്റ് തീരുമാനിക്കുന്ന ഏതൊരു തീരുമാനവും ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ എല്ലാ ജനങ്ങളും പ്രജകളും അംഗീകരിക്കണം എന്നുള്ള ഒരു വിശ്വാസം നിലനിൽക്കെ അവിടെ പോലും മതം തിരികുന്ന കേരളത്തിലെ 137 MLA-മാർ, 19 MP-മാർ, മതത്തിന്റെ മാത്രം കാഷ്ടം തിന്ന് ജീവിക്കുന്ന ഇത് ഇത്രേ എണ്ണവും മതേതരത്വത്തെ പറ്റി കേരളത്തിന് ക്ലാസ് എടുക്കാൻ വരരുത്. മേലിൽ ഞങ്ങളടുത്ത് വന്നിട്ട് മതേതരത്വം വലിയ കൊണയാണ് എന്ന് പറയരുത്, മതസൗഹാർദ്ദമാണ് നാടിന്റെ അടയാളം എന്ന് പറയരുത്. കേവലം 3 വരികളിൽ 3 ദൈവങ്ങളുടെ പേര് വായിച്ചാൽ തകർന്നു പോകുന്ന മതേതരത്വവും മതസൗഹാർദ്ദവും മാത്രം കൊണ്ട് നടക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, ലീഗ് സഖ്യത്തിന് നീയൊക്കെ മതേതരത്വം പഠിപ്പിക്കുന്നു കേരളത്തിനെ, ഞങ്ങളെ
ഞങ്ങൾ വർഗീയവാദികൾ, ഞങ്ങളാണ് മനുഷ്യത്വത്തിനെതിര്, ഞങ്ങളാണ് മതസൗഹാർദ്ദത്തിനെതിര്. ഇതൊക്കെ വിട്ട് ഒരു ഹിന്ദു മുസ്ലിങ്ങളുടെ നോമ്പെടുത്തു കഴിഞ്ഞാൽ അത് പബ്ലിഷ് ചെയ്യുക. അതൊരു ഭയങ്കര കാര്യമാണ്. ഹിന്ദു നോമ്പെടുത്തു കഴിഞ്ഞാൽ അവിടെ മതേതരത്വവും മതസൗഹാർദ്ദവും ഉറഞ്ഞു തുള്ളുകയാണ്. ഹിന്ദുക്കൾ ഏതെങ്കിലും പള്ളിയിൽ പോകുന്നു, നേർച്ച കൊടുക്കുന്നു, പള്ളിയിൽ കുർബാന കൂടുന്നു, മതേതരത്വം പൂത്തുലയുകയാണ്. കേവലം 3 ദൈവങ്ങളെ, ഹിന്ദുക്കളുടെ 3 ദൈവങ്ങളെ അംഗീകരിക്കാൻ മനസ്സില്ലാത്തവർ, അവർ ദളിതരെ സംരക്ഷിക്കും, അവർ പിന്നോക്ക ഹിന്ദുക്കളെ സംരക്ഷിക്കും. അല്ല, അറിയാൻ മേലായിട്ട് ചോദിക്കുക. ആരിഫ് ഹുസൈൻ അങ്ങനെ പലരും പറയുന്ന പോലെ ഈ പുസ്തകങ്ങളിൽ പലതും എഴുതി വെച്ചിട്ടുണ്ട്. ഒളിഞ്ഞിരുന്നിടത്ത് വെട്ടിക്കൊല്ലുക, ക്രിസ്ത്യാനികളും ജൂതന്മാരുമായിട്ട് സൗഹൃദമേ പാടില്ല, ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് പിൽക്കാലത്ത് എപ്പോഴെങ്കിലും നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾ മനസ്സിൽ കരുതിക്കൂട്ടിയിരിക്കുകയാണോ? അല്ല, അറിയാൻ മേലാട്ടോന്ന് ചോദിക്കുക. വന്ദേമാതരം എന്ന കവിതയിൽ 3 വരികൾ, 3 ദൈവങ്ങളുടെ പേരുകൾ വായിക്കാൻ കഴിയാത്ത നിങ്ങൾ ഈ രാജ്യത്ത് മതസൗഹാർദ്ദം അഭിനയിച്ചുകൊണ്ട് ദളിതരെ കൂടെ നിൽക്കൂ, നമുക്ക് സവർണ ഹിന്ദുക്കളെ മുഴുവൻ നശിപ്പിക്കണം, ഇവിടുത്തെ ഹിന്ദുത്വവാദത്തെ നശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ദളിതരെ മുഴുവൻ കൂടെ നിർത്തിയിട്ട് നാളെ അവൻ്റെ അടുത്ത് പറയില്ലേ, നിന്റെ കല്ലും നിന്റെ ആൽമരവും നിന്റെ തെയ്യം തിറകളും നിന്റെ യക്ഷിത്തറകളും നാഗത്തറകളും നിന്റെ അപ്പുപ്പൻ തറയും ഒക്കെ എടുത്ത് തോട്ടിക്കളട എന്ന് പറയില്ലേ നിങ്ങൾ? അന്നും ഇതുപോലെ രാജ്മോഹൻ ഉണ്ണിത്താനും കെ മുരളീധരനും ഒക്കെ പറയും, അതെ ഞങ്ങൾക്കത് ഇഷ്ടമല്ല എന്ന് പറയും അല്ലേ? പറയൂലേ? പറയുമായിരിക്കും. എങ്ങനെ അറിയാൻ പറ്റുക നിങ്ങളുടെയൊക്കെ കാര്യം? നിങ്ങൾ മതഭ്രാന്തന്മാരാണ്. 137 മതഭ്രാന്തന്മാർ ഇരിക്കുന്ന ഒരു മതഭ്രാന്താലയമാണ് നമ്മുടെ നിയമസഭ. 137 മതഭ്രാന്തന്മാർ. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസ്സായി കഴിഞ്ഞാൽ അത് ഇന്ത്യ മൊത്തം ബാധകമാണ്. പണ്ട് നിയമം ഉണ്ടായിരുന്നു, ഈ നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണ് എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. ഇപ്പൊ അതൊക്കെ എടുത്തു കളഞ്ഞു, ഇപ്പോൾ ഇന്ത്യ മൊത്തം ബാധകമാണ്. പക്ഷെ ഇപ്പോൾ ഒരു അലിഖിതമായ ഒരു ഭരണഘടനയുള്ളത് കേരളത്തിന് ബാധകമല്ല ഒരു സാധനവും. ദൈവത്തെ ഓർത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും ദൈവത്തെ ഓർത്ത് മതേതരത്വം മാത്രം പഠിപ്പിക്കാൻ ഞങ്ങളടുത്ത് വരല്ലേ. നിന്നെയൊക്കെ പോലുള്ള മതഭ്രാന്തന്മാർ കാരണം ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നവരാണ് ഞങ്ങളെല്ലാവരും. ദൈവത്തെ ഓർത്ത് മതസൗഹാർദ്ദമെന്നും മതേതരത്വമാണ് നാടിന്റെ ഐക്യമെന്നും മാത്രം പണയരുത്. ജയ് ഹിന്ദ്.